പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ദേവയാനിയാണെങ്കിൽ അടുക്കളയിൽ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതിന് വേണ്ടി മാവൊക്കെ കുഴയ്ക്കുകയാണ്. മാവ് റെഡിയാക്കി വെച്ചിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ജലജ ഒളിച്ചെന്ന് നോക്കുകയാണ്. അതിനുശേഷം ജലജയുടെ കയ്യിലാണെങ്കിൽ ഒരു പോയിസൺ എന്താണ്ടാ ഇരിക്കുന്നു കയ്യിൽ. അത് മാവിൽ ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജലജ. ശേഷം ജലജയാണെങ്കിൽ ആ മാവൊക്കെ ഇളക്കി നോക്കിയിട്ട് വിചാരിക്കുകയാണ്, ഏട്ടത്തി എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണല്ലോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ കയ്യിലിരിക്കുന്ന ആ പോയിസൺ അതിൽ കലക്കുകയാണ്. ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അവൾ വലിയ ഡിസൈനർ അല്ലേ. ഇപ്പോൾ അവൾ നെട്ടോട്ടം ഓടും, വലിയ ഡിസൈനർ എന്നാണ് അവളുടെ വിചാരം. ഇപ്പോൾ ഒളിമ്പിക്സിന് അവൾ പങ്കെടുക്കും ഈ ഓട്ടം ഓടുകയാണെങ്കിൽ എന്നൊക്കെ വിചാരിച്ചാണ് ആ മാവിൽ ആ പൊടി കലക്കുന്നത്. അമ്മായിയമ്മ മരുമകളുടെ വയറ് കേടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ശത്രുത ഇത് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്ര പൊടി അതിൽ കലക്കുകയാണ് ജലജ. ഇത്രയും കലക്കിയതിന് ശേഷം അവിടെ നിന്ന് മാറുകയാണ്, ആരും കാണാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അവൾ ഓടാൻ തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജലജ പൊടിയൊക്കെ കലക്കിയിട്ട് അവിടെ നിന്ന് മാറുകയാണ്. ശേഷം ദേവയാനി അങ്ങോട്ട് വരികയാണ്. പഴമൊക്കെ മുറിച്ച് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാവാണ് തയ്യാറാക്കിയത്. അപ്പോൾ പഴമൊക്കെ കൊണ്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ്. അതിനുശേഷം ദേവയാനിയാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗവൊക്കെ കത്തിച്ച് മാവൊക്കെ കലക്കി പഴമൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി. ദേവയാനി ഒന്നും അറിയാതെ ജലജ തയ്യാറാക്കി വെച്ച മാവിൽ തന്നെയാണ് ദേവയാനി പഴംപൊരി ഉണ്ടാക്കുന്നത്. അതിന് ശേഷം ആദർശിനെ നയനിയാണ് കാണിക്കുന്നത്. നയനിയാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശം അങ്ങ് വരികയാണ്. ആദർശ് ചോദിക്കുക, നീ എന്താ ആലോചിക്കുന്നത്? നിൻ്റെ ബാഗിൽ ആരാ നെക്ലേസ് കൊണ്ട് വെച്ചതെന്നുള്ള കാര്യമാണോ നീ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ആദർശിന് നയനിക്കൊക്കെ സംശയം അബീനെ തന്നെയാണ്. ക്യാമറ കേടായപ്പോഴേ ഉറപ്പിച്ചതാണ് അത് അബി തന്നെ ആയിരിക്കുമെന്ന്. ആണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അവൻ തന്നെ ആയിരിക്കും, ചിലപ്പോൾ അബി തന്നെ ആയിരിക്കും എന്ന് ഒരു തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ നയനി പറയുകയാണ്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ആ മെസ്സേജ് അയച്ചത്, എന്നാലും ആരായിരിക്കും എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, എന്തായാലും നമ്മുടെ ശത്രുക്കളൊന്നും അല്ലായിരിക്കും, നമ്മുടെ മിത്രങ്ങൾ തന്നെ ആരെങ്കിലും ആയിരിക്കും നമുക്ക് ഈ മെസ്സേജ് അയച്ചു തന്നെയെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇനി അതിൻ്റെ ബാക്കിൽ കൂടിയൊന്നും പോകണ്ട, അന്വേഷിച്ച്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്, നിൻ്റെ ഡിസൈനെക്കുറിച്ച് ആരും ഒരു നെഗറ്റീവ് കമൻറ്റും പറഞ്ഞില്ലല്ലോ എന്ന്. എന്തായാലും ഈ പ്രാവശ്യത്തെ വിഷു നമ്മൾ തന്നെ കൊണ്ടുപോകുന്നിങ്ങനെ ആദർശ് പറയണേ. എന്നിട്ട് ആദർശ് പറയുകയാണ്, എനിക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു, മുത്തശ്ശനാണ് എനിക്ക് വേണ്ട ധൈര്യവും കോൺഫിഡൻസും ഒക്കെ തന്നതെന്ന് പറയുകയാണ്. മുത്തശ്ശൻ എന്നെ മൂർത്തി ജ്വല്ലറി ഏൽപ്പിച്ചപ്പോൾ ഞാൻ അച്ഛനെയും ഇളയച്ഛനെയും ഏൽപ്പിക്കാനാണ് പറഞ്ഞത്, അവർക്കൊക്കെ എന്നെയായിരുന്നു വിശ്വാസം, അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. കുട്ടിക്കാലത്ത് ഞാൻ കാരണവരെ പോലെയൊക്കെയാണ് സംസാരിച്ചിരുന്നത്, അതുകൊണ്ടായിരിക്കും എൻ്റെ കയ്യിൽ ഈ ജ്വല്ലറി ഏൽപ്പിച്ചത്. അപ്പോൾ നയനി പറയുകയാണ്, കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ഇതൊക്കെ നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ നയനി പറയണ, കുറച്ച് നാളായില്ലേ ഞാൻ അങ്ങ് വന്നിട്ട്, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. കൂടാതെ മുത്തശ്ശനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബിക്കും എനിക്കും എപ്പോഴും ഒരു വലിയേട്ടൻ തന്നെയായിരുന്നല്ലോ ആദർശേട്ടൻ എന്ന് പറയാൻ. ശേഷം ആദർശ് പറയുകയാണ്, MBAക്ക് കഴിഞ്ഞിരുന്നെങ്കിലും കോൺഫിഡൻസും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് വന്നു തുടങ്ങിയത്. എന്നിട്ട് പറയുകയാണ്, വലിയ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, എന്തായാലും നമ്മൾ താഴേക്കൊന്നും പോകത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയണം, അത്രയ്ക്കുള്ള കോൺഫിഡൻസ് ഒന്നും വേണ്ട എന്ന്. നയന പറയുന്നു. അപ്പോൾ ആദർശ് പറയുകയാണ്, നിന്നെപ്പോലെയുള്ള ആൾക്കാരാണ് കമ്പനിക്ക് വേണ്ടത്, അല്ലാതെ വെറുതെ ശമ്പളം മാത്രം വാങ്ങിക്കുന്ന പവിത്രയെ പോലെയുള്ള ആൾക്കാരല്ല കമ്പനിക്ക് വേണ്ടതെന്ന്. അവരുടെ കഴിവ് പ്രകടിപ്പിക്കില്ല, പക്ഷേ നിന്നെപ്പോലെയുള്ള ആൾക്കാരാണ് കമ്പനിക്ക് വേണ്ടത്, നിൻ്റെ കഴിവുകൾ നീ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. ആദർശ് പറയുകയാണ്, അമ്മ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ട ചായയും പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ പോകണമെന്നാണ് അമ്മ പറഞ്ഞതെന്ന് പറയുകയാണ് ആദർശ്. നയനി പറയുകയാണ്, കുറച്ച് ഐഡിയ ഇപ്പം എൻ്റെ മനസ്സിൽ വന്നു, അപ്പോൾ അതും കൂടി ചെയ്ത് തീർക്കട്ടെ, നാളെ ഈ ഐഡിയ കിട്ടിയെന്ന് വരത്തില്ല, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നതിന് ശേഷം അനാമികയുടെ അമ്മയാണെങ്കിൽ അച്ഛനും അനാമികയെ കാണാൻ വേണ്ടി വരികയാണ് വീട്ടിലേക്ക്. അവരെ കാണുമ്പോൾ അനാമിക ചോദിക്കുകയാണ്, എന്തിനാ അമ്മയും അച്ഛനും വന്നതെന്ന് ചോദിക്കുമ്പോൾ, മോളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ, വന്ന് വിശേഷമൊക്കെ തിരക്കിയിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറയുകയാണ്. അനാമിക പറയുകയാണ്, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഒരുത്തിയാണെങ്കിൽ ഇവിടെ വലിയ ഡിസൈനറായി വളർന്നു വലുതാകുന്നു എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയുന്നു, അറിഞ്ഞു നമ്മൾ എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി അവിടേക്ക് വരികയാണ്. ഒരു സന്തോഷത്തിലാണ് വരുന്നത്. അപ്പോൾ വേണു പറയുകയാണ്, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണ്ടേ, നമ്മുടെ മോളിവിടെ ജീവനോടെ ഉണ്ടോ എന്ന് അറിയണ്ടേ എന്ന്, വന്ന് തിരക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഒരു ഗ്ലാസ് പാല് കുടിച്ചതല്ലേ ഹോസ്പിറ്റലിലൊക്കെ ആയതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമുക്കും ഒരു പേടി ഉണ്ടാവില്ലേന്ന് വേണു ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയണേ, ഇപ്പോൾ ഞാൻ തന്നെയാണ് അടുക്കളയിൽ കയറി ആഹാരമൊക്കെ പാകം ചെയ്യുന്നതെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇനി ആ ഒരു പേടിയൊന്നും വേണ്ടാന്നിങ്ങനെ പറയുമ്പോൾ അനാമികയും പറയുകയാണ്, ഇപ്പോൾ വല്യമ്മ തന്നെയാണ് അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നതെന്ന് പറയുകയാണ്. ഭക്ഷണത്തിന് നല്ല ടേസ്റ്റുമാണ്, ഇപ്പോൾ പേടിക്കാതെ ധൈര്യമായിട്ട് ആ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യാമെന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, എന്തായാലും നിങ്ങൾ ഇരിക്കും, ഞാൻ ചായയും പലഹാരങ്ങളൊക്കെ എടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ വേണു പറയുകയാണ്, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി ഒരുപാട് സമയം വേണ്ട, ചായ മാത്രം മതി എന്ന് പറയുകയാണ്. എന്തായാലും നിങ്ങൾ ഇരിക്കും, ഞാൻ പലഹാരങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ദേവയാനി അടുക്കളയിലേക്ക് പോവുകയാണ്. ആ സമയം കൊണ്ട് രേവതിയും വേണുവൊക്കെ അനാമികയ്ക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്.
ദേവയാനീനെ മുറുകെ പിടിച്ചോണ്ട് അന്ന് നിനക്ക് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ തന്നതല്ലേ അവർ നിൻ്റെ പേരിൽ 1 ഏക്കർ ഭൂമിയൊക്കെ എഴുതി തന്നാലും അതുകൊണ്ട് അവരെ നീ സ്നേഹിച്ച് കൊല്ലണം എന്നൊക്കെയാണ് വേണു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അനാമിക പറയുകയാണ് വല്യമ്മയ്ക്കാണെങ്കിൽ ആദർശേട്ടൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അതുകൊണ്ടാണ് ഈ മരുമകളെ വലിയമ്മ സഹിക്കുന്ന, അല്ലെങ്കിൽ വലിയമ്മ എപ്പോഴേ ഒഴിവാക്കിയെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ വേണു പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആദ്യം നീയും ആദർശിനെയും തെറ്റിക്കാൻ നോക്കണം. അവർ തമ്മിൽ തെറ്റിക്കുമ്പോൾ ആദർശ് തന്നെ താനേ നൈനിയെ ഒഴിവാക്കിക്കോളൂ എന്ന് പറയുകയാണ്. 1 വർഷത്തിനകത്ത് നേടാനുള്ളതെല്ലാം നമുക്ക് നേടിയെടുക്കണം. അതുകൊണ്ട് നീ ദേവയാനീനെ സോപ്പിട്ട് നില്ലെന്നൊക്കെയാണ് അവർ ഉപദേശം കൊടുക്കുന്നത് കേട്ടോ. മോള് പോയി ദേവയാനിയെ ഒന്ന് സഹായിക്കുക എന്ന് അടുക്കളയിലേക്ക് പോകുന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുകയാണ്. രേവതിയുടെ അടുത്ത് വേണു പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇടയ്ക്ക് ജലജയും ജാനകിയും ദേവയാനിയൊക്കെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. അവരെ ചൂട് പിടിപ്പിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറയുകയാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് വേണു പറയുകയാണ്. അതിനുശേഷം വേണു പറയുകയാണ്, ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വയറ് കേടാവുമോ എന്നുള്ള കാര്യത്തിൽ വേണു ഭയങ്കര സംശയമാണ്. അനാമിക പറയുകയാണ്, പേടിക്കുകയെന്ന് വേണ്ട, ഇപ്പോൾ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്ന വല്യമ്മയാണ്, അതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർക്കും ഒരു ധൈര്യം ആവുകയാണ് പലഹാരം കഴിക്കുക എന്നുള്ള കാര്യത്തിൽ. അതിന് ശേഷം ദേവയാനിയാണെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വയ്ക്കുമ്പോൾ ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ്, എൻ്റെ മകനും മരുമകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരമാണ്, ഇനി കുഴപ്പമില്ല, അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാം, ഇത് അനാമികയുടെ അച്ഛനും അമ്മയും കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്ലേറ്റിൽ ഓർമ്മിച്ചുകൊണ്ട് എടുത്ത് വയ്ക്കുന്നത്. അനാമിക അടുക്കളയിലേക്ക് വരുമ്പോൾ ദേവയാനി ഇങ്ങനെ പ്ലേറ്റിൽ പലഹാരങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കാണും. അപ്പോൾ കാണുമ്പോൾ അനാമിക ചോദിക്കുകയാണ്, ഇത് ആദർശ ഏട്ടന് വേണ്ടി വല്യമ്മ ഉണ്ടാക്കിയ പലഹാരമല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ്, അത് കുഴപ്പമില്ല, ഇപ്പോൾ മോളുടെ അച്ഛനും അമ്മയും വന്നതല്ലേ, അവർക്ക് കൊടുക്കുക എന്ന് പറയുകയാണ്. ആദർശ് നൈനി ഇവിടുത്തെ ആൾ തന്നെയല്ലോ, ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ട മോളുടെ അച്ഛനും അമ്മയ്ക്കല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചായയും പലഹാരമൊക്കെ കൊടുക്കുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ദേവയാനി ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്. അനാമിക പറയുകയാണ്, ഇപ്പോൾ വല്യമ്മ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ എന്ത് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. നൈന എന്നുള്ള പറയണവൾ അടുക്കളയിൽ കയറിയിരുന്നപ്പോൾ ആഹാരത്തിനൊന്നും ഒട്ടും രുചിയില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഇത് കഴിക്കണ്ടേ എന്ന് വിചാരിച്ച് അന്ന് കഴിച്ചിരുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, മോൾ അങ്ങനെയൊന്നും പറയണ്ട, നമ്മുടെ ശത്രു ആയാലും നല്ല കാര്യം നല്ലതായിട്ടേ പറയാവൂ, നൈന ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണെന്ന് ദേവയാനിയും പറയുകയാണ്. അപ്പോൾ അനാമിക അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ്, നീ എൻ്റെ മരുമകളെ കുറ്റമൊന്നും പറയേണ്ട, അവൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന്. എൻ്റെ മരുമകളെക്കുറിച്ച് ഓരോ കുറ്റമൊന്നും എൻ്റെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എന്നിങ്ങനെ പറയുകയാണ് ദേവയാനി മനസ്സിൽ. അനാമിക ഇങ്ങനെ നൈനയെക്കുറിച്ച് പറയുന്നതൊന്നും ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതൊന്നും മുഖത്തൊന്നും കാണിക്കാതെയുണ്ട്. ദേവയാനി അതൊക്കെ സഹിച്ച് നിന്നതിന് ശേഷം ചായയും പലഹാരമൊക്കെ കൊടുക്കുകയാണ്. അമ്മയ്ക്കും അച്ഛനും കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് ചായയും പലഹാരങ്ങളൊക്കെ കഴിക്കുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയും. അപ്പോൾ രേവതി പറയുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കൊള്ളാമെന്നൊക്കെ പറഞ്ഞാണ് കഴിക്കുന്നത്. വേണു എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അന്ന് ഇവിടെ നിന്നൊരു പായസം കുടിച്ച് അന്ന് വയറൊക്കെ കേടായി, അതിനുശേഷം ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര പേടിയാണ്. ദേവയാനി പറയാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയ ഞാൻ തന്നെയാണ്, അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാമെന്നൊക്കെ വേണുവിൻ്റെ അടുത്ത് പറയുകയാണ്. ദേവയാനി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനമാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദേവയാനി ഉണ്ടാക്കിയ പലഹാരം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നതെന്നും പറയുന്നു. രേവതി പറയുകയാണ്, ചുരുക്കി പറഞ്ഞ് ഇപ്പോൾ ഒരു അടുക്കളക്കാരിയായി അല്ലേ ചേച്ചി എന്ന്, ഞാനെ അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ചേച്ചിയല്ലേ. അനാമിക പറയുന്നുണ്ടായിരുന്നു, വല്യമ്മയാണെങ്കിൽ അവളുടെ മുഖം എപ്പോഴും കാണണ്ടെന്ന് കരുതിയാണ് ഇപ്പോൾ ഓഫീസിലേക്ക് വിട്ടിരിക്കുന്നതെന്ന്. വേണു പറഞ്ഞു കൊടുക്കുകയാണ്, ആദർശിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും നൈന, അപ്പോൾ ആദർശിൻ്റെ മുകളിൽ പോകാതെ ഇരിക്കാൻ നോക്കണം, ഇനി ആദർശിനെ കൂടി കയ്യിലെടുക്കാതെയൊക്കെ നോക്കണമെന്നൊക്കെ ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദേവയാനി പറയുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അബിയാണ് അവിടേക്ക് വരികയാണ്. അബിയെ കാണുമ്പോൾ അബിയുടെ അടുത്തും പഴംപൊരി കഴിക്കാൻ പറയുകയാണ്. അബിയുടെ അടുത്തേക്ക് പ്ലേറ്റൊക്കെ നീക്കി കൊടുക്കുകയാണ് പഴംപൊരി കഴിക്കാൻ വേണ്ടി. ആണെങ്കിലും പഴംപൊരിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയുടെ അടുത്ത് കഴിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയണേ, എനിക്കിപ്പോൾ പലഹാരം വേണ്ട, ചായ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ദേവയാനി അതിൽ നിന്ന് ചായ എടുത്ത് കുടിക്കുകയാണ്. നല്ല കൊള്ളാമെന്നൊക്കെ, പഴംപൊരി കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ 4 പേരും കൂടി പഴംപൊരിയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ദേവയാനി മനസ്സിൽ ഓർക്കുമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ 4 പേരും കൂടി ഇത്രയും പലഹാരങ്ങൾ കഴിച്ച് തീർക്കുക, എൻ്റെ മോനും മരുമകളും വരുമ്പോൾ ഞാൻ എന്ത് കൊടുക്കുമെന്ന് ആലോചിക്കുകയാണ്. അല്ല, അതിപ്പോൾ തന്നെ തീരെ, ഇനി നൈനയെ ആദർശം വരുമ്പോൾ വേറെ പലഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവയാനി. അപ്പോൾ അബി ചോദിക്കുകയാണ്, അമ്മ എവിടെയെന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, അപ്പച്ചി പുറത്ത് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ദേവയാനി പറയുകയാണ്, അങ്ങനെ ജലജ പറയാതെയൊന്നും പുറത്ത് പോകത്തില്ലല്ലോ, അവൾക്ക് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ വേണു പറയുകയാണ്, നിങ്ങൾക്ക് പറ്റിയ ഒരു നാത്തൂനെയാണല്ലോ കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് നല്ല സപ്പോർട്ടാണല്ലോ അവരെന്നിങ്ങനെ വേണു പറയുകയാണ്. അനാമികയും പറയുന്നുണ്ടായിരുന്നു, അപ്പച്ചി മാത്രമാണ് എൻ്റെ ആശ്വാസം, അപ്പച്ചി മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ്, അവളുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ എന്ന്. മരുമകളെ വെറുക്കുന്നവരൊക്കെ ഇവർ സ്നേഹിക്കുകയാണല്ലോ എന്നും കൂടി ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് പഴംപൊരിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം
അതിനുശേഷം പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം അബിയാണെങ്കിൽ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അബിയാണെങ്കിൽ വയറിൻ്റെ എന്തോ അസ്വസ്ഥത പോലെ തോന്നുകയാണ്. അപ്പോൾ വയറൊക്കെ തടയുകയാണ് അബി. എനിക്ക് എന്തായാലും മനസ്സിലായി വയറെന്തോ പണി മുടക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ വയറും പൊത്തിപ്പിടിച്ചിട്ടാണ് അബി റൂമിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അബി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇനി അമ്മാവി മരുമകളുടെ വയറ് കേടാക്കാൻ വേണ്ടി പഴംപൊരിക്കകത്ത് എന്തെങ്കിലും ചേർത്തിരുന്നോ എന്നൊക്കെ മനസ്സിൽ ഓർമ്മിക്കുകയാണ്. അതായിരുന്നോ ഞാൻ എടുത്ത് കഴിച്ചത്, എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നൊക്കെ ഓർമ്മിച്ചുകൊണ്ട് അബി നിൽക്കുകയാണ്. കഴിച്ച ഫുഡെല്ലാം ഇപ്പോൾ പുറത്ത് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അബിയാണെങ്കിൽ നേരത്തെ ബാത്റൂമിൽ ഓടുകയാണ്. അതിന് ശേഷം രേവതി വേണുവിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ദേവയാനിയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണുവും രേവതിയും പറയുകയാണ് ദേവയാനി ഉണ്ടാക്കിയ പലഹാരമെന്ന് പറഞ്ഞ് നമ്മൾ വയറ് നിറയെ വിശ്വസിച്ച് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്, വയറ് ഫുള്ളായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ദേവയാനി പറയുകയാണ് ഞാൻ ആദർശിന് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരമായിരുന്നു, ഇനി ഞാൻ അവർക്ക് വേറെ ഉണ്ടാക്കട്ടെ, ഫ്രിഡ്ജിൽ മാവിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് എഴിച്ചു പോവുകയാണ്. ആദർശിന് എനിക്ക് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി വേണു രേവതിയും കൂടി അനാമികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്കെന്തോ വയറിന് ചെറിയ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അവർക്കും തോന്നുകയാണ് വയറ് കേടായി എന്ന് തോന്നുന്നു എന്ന്. രേവതി പറയുകയാണ് ആ പലഹാരം കഴിച്ച മുതൽ തുടങ്ങിയാണ് വയറിന് വല്ലാത്ത അസ്വസ്ഥത എന്നിങ്ങനെ പറയുമ്പോൾ അനാമികയും പറയുകയാണ് എനിക്കും ഉണ്ട് വയറ്റിന് നല്ല വല്ലാത്ത അസ്വസ്ഥത എന്നിങ്ങനെ പറയുകയാണ്. വേണുവും പറയുകയാണ് എനിക്കും എന്തോ അസ്വസ്ഥതയുണ്ട്, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയും വേണുവും കൂടി ബാത്റൂമിലേക്ക് ഓടുകയാണ്. അനാമികയും ചിന്തിക്കുന്നുണ്ട് എനിക്കും വയറിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, വയറ് നല്ല വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അനാമികയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.